ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുഴയിൽ വീണാൽ തന്റെ റേഞ്ചിലുള്ള പരിധിയിലുള്ള ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല, അത് ശിർക്കല്ല എന്ന് അബദ്ധജടിലമായ വാദം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ. തന്റെ റേഞ്ചിലുള്ള പരിധിയിലുള്ള ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? കേരള നദുവത്തുൽ മുജാഹിദീന്റെ പേരിൽ ഒരിക്കലും പ്രചരിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്ന നിലപാടാണ് കേരള ജമിയത്തുൽ ഉലമ സ്വീകരിച്ചത്. അതിന്റെ പേരിൽ ഇന്ന് ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കാക്കി എന്ന ആക്ഷേപം. ആരെ മുശ്രിക്കാക്കി? നമ്മളിവിടെ കാന്തപുരം മുസ്ലിം മുശ്രിക്കാക്കി കിടക്കുന്ന ആൾക്കാരാ ആണോ? നമ്മളിവിടെ മറ്റുള്ള സമസ്തക്കാരെ മുശ്രിക്കാക്കാൻ നടക്കുന്നവരല്ല. നേരെ മറിച്ച് ശിർക്ക് വരുമ്പോ ശിർക്കിനെതിരെ അടരാടും. അത് 2012 ശിർക്ക് വന്നാൽ തൗഹീദ് 2012 കൊണ്ട് തന്നെ നേരിടും, ഒരു സംശയമില്ല. തൗഹീദ് 2012 കൊണ്ട് തന്നെ നേരിടും, ഒരു സംശയമില്ല. 2012 പുതിയ ഭാവത്തിൽ ശിർക്ക് വരുമ്പോ വളരെ വ്യക്തമായി തൗഹീദിന്റെ ആയാത്തുകൾ ഓതി, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി, ഹദീസ് ഓതിക്കൊണ്ട് തന്നെ അതിനെ നേരിടുക തന്നെ ചെയ്യുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇത് നമ്മൾ പുറത്തു കൊണ്ടുവന്നു. കാര്യം വെച്ചാൽ ഈ വിഷയത്തെ കൊണ്ടുപോയി ഭൗതികമെന്ന് പറഞ്ഞ് ജിന്നിനെ ഭൗതികമാക്കി, ഭൗതികമെന്ന് പറഞ്ഞ് ജിന്നിനെ ഭൗതികമാക്കി. എന്ന് പറഞ്ഞാൽ എന്താണ് മൂപ്പര് പറയുന്നത്? കേട്ടോളൂ. സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികമല്ല. ജിന്ന് എന്ത് ചെയ്താലും അതെന്തല്ല? അഭൗതികമല്ല. അഭൗതികമായി സഹായിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. ജിന്ന് സഹായിക്കുക, ജിന്ന് ഉപദ്രവിക്കുക ചെയ്താൽ അഭൗതികമല്ല. കാരണം ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തല്ല. ഇത് ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തല്ല, മുജാഹിദ് ആദർശ. കേട്ടോളൂ. ദീപല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, അതൊക്കെ ഭൗതികമാണ്. ജിന്നൊക്കെ ഭൗതികമാണ്. ജിന്നും മലക്കൊക്കെ ഭൗതികമാണ്, കണ്ണുകൊണ്ട് കാണൂല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മുസ്ലിയാരെ എങ്ങളെ ഞങ്ങൾ വിടുവോ? നിങ്ങളെ ക്ലിപ്പ് നമ്മൾ വിടുവോ? പറ്റേ ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് 3 പുസ്തകം തെളിയിക്കുക മൂപ്പര്. ജിന്ന് ഭൗതികമാണ്, അഭൗതികമല്ല എന്നതിന് മുജാഹിദുകൾ എഴുതിയ 3 പുസ്തകം. പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് തിരുത്തിയാ പറ്റിയോ? ആ ബുക്ക് എഴുതിയോലൊക്കെ എന്താ കട്ടുക? കണ്ടോ? അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്? ആരെങ്കിലും ചപ്ലാച്ചി ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാത്തിക്കണം എന്തിനാ? ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്ന ഈ അബദ്ധവാദം കൊണ്ടുവന്ന് കേരളക്കരയിൽ അത് പിടിക്കപ്പെട്ടപ്പോ അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി എണ്ണാക്കിലിടാൻ ശ്രമിക്കരുത് പൈസ. അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ആരെങ്കിലും മതപൂരികൾ തൊള്ളയിലിട്ട് ചവച്ചു തുപ്പിയത് നിങ്ങൾ അണ്ണാക്കിലിടണ്ട. കഴിഞ്ഞ വർഷങ്ങളൊക്കെ മടവൂരികള് ഛർദിച്ചതാണ്, ഇപ്പൊ നിങ്ങൾ ചപ്പിയെടുത്തിരിക്കുന്നത്. കരഞ്ഞ് രംഗത്തിറങ്ങിയ ചില ആളുകൾ എന്തെടുത്തെന്നറിയോ? തൽക്കാലം തടിസലാമത്താക്കാൻ വേണ്ടി വിഷയത്തെ യായിബാദല്ല എന്ന ദുർബല ഹദീസിന്റെ മൂട്ടിക്കൊണ്ടുപോയി കെട്ടി. എന്നാൽ എന്താ സംഭവം? ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. പിന്നെ ചർച്ച മുഴുവനും യായിബാദല്ല അയിനൂനി, അതാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം കൊല്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഗവേഷണം നടത്തിക്കൊണ്ടുവന്ന് യായിബാദല്ല എന്ന ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോയി. ദുർപ്രചരണം നടത്തി, കള്ളപ്രചരണം നടത്തി. അവസാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വിഷയത്തിന് മറുപടി പറഞ്ഞു. എന്താണ്? ഒരു ഹദീസ്. ആ ഹദീസിൽ വിജനപ്രദേശത്ത് ഒരാൾ അകപ്പെട്ടു പോയി. അയാൾ വഴിയറിയാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ യാ ഇബാദല്ലാ അഈനൂനി എന്ന് പറയാൻ നിർദ്ദേശിച്ച ഹദീസ്. ആ ഹദീസ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമായ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന തത്വത്തെ എതിർക്കുവാൻ വേണ്ടി ഈ തൗഹീദി രംഗത്ത്
എക്കാലഘട്ടത്തിലും ശത്രുക്കളായി നിലകൊണ്ട യാഥാസ്ഥിക വിഭാഗം അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് തെളിവായി ഉദ്ധരിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുസ്ലിയാരെ ഞങ്ങളെ വിടുവോ? നിങ്ങളെ ക്ലിപ്പ് നമ്മൾ വിടുവോ?